ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര സംഘടനകളും മേധാവികളും അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ അതായത് ഇതിനു മുമ്പ് നടന്ന 3-4 ഘട്ടങ്ങളായിട്ട് നടന്ന LDC എക്സാമിന് അന്താരാഷ്ട്ര സംഘടനകൾ ഇപ്പോൾ UN കുറിച്ചാലും ചോദിച്ചു, അതുപോലെ തന്നെ നാറ്റോയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിലവിലെ ചെയർമാന്മാരും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം LDC എഴുതുന്ന കൂട്ടുകാർ കുറച്ചുകൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കങ്ങ് പഠിച്ചു പോകാം എന്നുള്ളതേ ഉള്ളൂ. ഇതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പഠിച്ചു പോകാം. അപ്പോൾ പഠിച്ച് ഇത് ക്ലിയർ ആക്കി വെച്ചാൽ ഒരു മാർക്ക് ഷുവറാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പരിഗണിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. അന്താരാഷ്ട്ര സംഘടനകളും മേധാവികളും. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് WTO ആണ്. WTO എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? നഗോസി ഒക്കോഞ്ചോ ഐവേല. ഈ പേരൊക്കെ പഠിക്കാൻ വളരെ പാടാണ്. അപ്പോൾ ഇത് വെച്ച് ഷോർട്ട് ഫോം വെച്ചങ്ങ് പഠിച്ചങ്ങ് വെച്ചാൽ മതി. ഗോസി ഒക്കോഞ്ചോ ഐവേല എന്നാണ് WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറലിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ. നൈജീരിയക്കാരിയാണ്. അപ്പോൾ ഒക്കോഞ്ചോ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മിഡിൽ നെയിം അങ്ങ് ഓർത്ത് വെച്ചാൽ ഗോസി ഒക്കോഞ്ചോ ഐവേല. കൊഞ്ച് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ട്രേഡ് ചെയ്യുന്ന എന്താണ്? നമ്മൾ കൊഞ്ച് ട്രേഡ് ചെയ്യുകയെന്ന് ഓർത്ത് വെച്ചാൽ മതി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഗോസി ഒക്കോഞ്ചോ ഐവേല. ഗോസി ഒക്കോഞ്ചോ ഐവേലയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ. അവർ നൈജീരിയക്കാരിയാണ്. അതോടെ ഓർത്ത് വെച്ചോണേ. ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് രാജ്യത്ത് നിന്നാണ് വന്നതെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ UN സെക്രട്ടറി ജനറലിൻ്റെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാണ്. അപ്പം രാജ്യം കൂടെ അവർ ഏത് രാജ്യക്കാരാണെന്നൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഗോസി ഒക്കോഞ്ചോ ഐവേല. ഗോസി ഒക്കോഞ്ചോ ഐവേല, നൈജീരിയക്കാരിയായ ഗോസി ഒക്കോഞ്ചോ ഐവേലയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ. പിന്നെ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. നോട്ട് ചെയ്ത് വെച്ചാണ്. PSC ഹെഡ് ക്വാർട്ടേഴ്സും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഈ അന്താരാഷ്ട്ര സംഘടനകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അതോടെ നോട്ട് ചെയ്ത് വെച്ചോണം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതോടെ കണക്ട് ചെയ്തത്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മേധാവി ആരാണ്? ഗോസി ഒക്കോഞ്ചോ ഐവേല. നൈജീരിയയാണ്, രാജ്യക്കാരിയാണ്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമ്മുടെ WHO സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിക്കാം. അപ്പോൾ ആരാണ്? ടെഡ്രോസ് അദനോം. കേട്ടോ, ടെഡ്രോസ് അദനോം. എത്യോപ്യക്കാരനായ ടെഡ്രോസ് അദനോം ആണ് നമ്മുടെ WHO നിലവിലെ സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറൽ ആരാണ്? WHO ടെഡ്രോസ് അദനം. ഈ അദനത്തിൻ്റെ ധനം നിങ്ങളങ്ങ് കണക്ട് ചെയ്ത് വെച്ചോ. ഈ ധനമില്ലേ, ധനം എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചോ. നമുക്ക് ആരോഗ്യം ഒരു ധനമല്ലേ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO സെക്രട്ടറി ജനറൽ ആരാണ്? ടെഡ്രോസ് അദനം. കേട്ടോ, എത്യോപ്യക്കാരനായ ടെഡ്രോസ് അദനമാണ് WHO സെക്രട്ടറി ജനറലായിട്ട് വരുന്നത്. പിന്നെ WHO ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. കേട്ടോ, WHO ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡാണ്. പിന്നെ WHO ചീഫ് സയൻറ്റിസ്റ്റ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. WHO ചീഫ് സയൻറ്റിസ്റ്റ് ആരാണ്? സർ ജെറേമി ഫാറാർ ആണ്. കേട്ടോ, സർ ജെറേമി ഫാറാർ ആണ് നമ്മുടെ WHO എന്താണ് ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ട് വരുന്നത്, സർ ജെറേമി ഫാറാർ. കേട്ടോ, അടുത്ത നമുക്ക് നോക്കാം. യുണൈറ്റഡ് നേഷൻസ്. നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറൻസ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അന്റോണിയോ ഗുട്ടറൻസ് ആണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണെന്ന് ചോദിച്ചത്. എവിടെയാണ്? പോർച്ചുഗലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യമായിട്ട് വരുന്നത്. അപ്പോൾ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ്. രാജ്യം ഏതാണ്? പോർച്ചുഗൽ. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക്, US. കേട്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കിലാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അടുത്ത നമുക്ക് നോക്കാം. വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്കയാണ്. കേട്ടോ, വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്ക. ആ ബാങ്ക എന്നുള്ളത് കണ്ടോ, അജയ് ബാങ്ക. അപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാമല്ലോ. ബാങ്ക്, വേൾഡ് ബാങ്ക്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്ക. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിങ്ടൺ DC നമ്മുടെ എന്താണ് വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അടുത്ത സംഘടന നമുക്ക് നോക്കാം. IMF. കേട്ടിട്ടുണ്ടാവുമല്ലോ, പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായിട്ട് വയ്ക്കുന്ന IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്.
അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് നിലവിലെ? ക്രിസ്റ്റലീനിയ ജോർജീവ കേട്ടോ. മാനേജിംഗ് ഡയറക്ടർ ആരാണ്? IMFൻ്റെ ക്രിസ്റ്റലേനിയ ജോർജീവ ബുൾഗേരിയക്കാരാണ് കേട്ടോ. ബുൾഗേരിയക്കാരിയാണ് ഇവരെ. അപ്പോൾ ഇവരൊന്ന് ഓർത്ത് വെച്ചോണം, പേര് ഓർത്ത് വെച്ചോണം. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റലീന ജോർജീവിയ കേട്ടോ. ക്രിസ്റ്റലീന ജോർജീവിയ ഏത് രാജ്യക്കാരിയാണ്? ബുൾഗേരിയക്കാരി. അതുപോലെ തന്നെ നമ്മുടെ IMFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നത് വാഷിംഗ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. IMFൻ്റെയും നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ വരുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ IMFൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ഗീത ഗോപിനാഥാണ്, നമ്മുടെ ഇന്ത്യൻ വംശജയായ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോ. IMFൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ഗീത ഗോപിനാഥ്. അടുത്ത് നമുക്ക് നോക്കാം യൂണിസെഫിൻ്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ചിലപ്പം ചോദിക്കാം കേട്ടോ. യൂണിസെഫിൻ്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യൂണിസെഫിൻ്റെ ഫുൾ ഫോം വരുന്നത്. യൂണിസെഫിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ പറയണം കാതറിൻ M. റസ്സൽ ആണ് കേട്ടോ. അപ്പം നമ്മുടെ യൂണിസെഫിൻ്റെ നിലവിലത്തെ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ കാതറിൻ M. റസ്സലാണ് യൂണിസെഫിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കറണ്ട് അഫെയർ ആയിട്ട് വരുന്നൊരു പോയിന്റാണ് യൂണിസെഫിൻ്റെ നിലവിലെ നമ്മുടെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ അംബാസിഡർ, അതായത് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ അംബാസിഡറായിട്ട് പുതിയതായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ബോളിവുഡ് നടിയായ കരീന കപൂറിനെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. മാർച്ച് മാസത്തിലാണ് തോന്നുന്നു ഇവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ചോദിച്ചാൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. യൂണിസെഫിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? കാതറിൻ M. റസ്സലാണ്. യൂണിസെഫിൻ്റെ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിസെഫിൻ്റെ പുതിയ ഇന്ത്യൻ നാഷണൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? കരീന കപൂർ മറക്കല്ല്. അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതിൻ്റെ പ്രസിഡന്റ് ആരാണ്? അസ്കാവാന കേട്ടോ. മത്സുഗു അസ്കാവ കേട്ടോ. എന്തോ പേരൊക്കെയാണ് അല്ലേ. ഏഷ്യൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരാണ്? മസത്സുഗു അസ്കാവ. ജപ്പാൻകാരനായണേ. മസത്സുഗു അസ്കാവ കേട്ടോ. അപ്പോൾ അസ്കാവ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അസ്കാവ. നമുക്ക് പറയാൻ എളുപ്പമുള്ളതും കണക്ട് ചെയ്യാൻ എളുപ്പമുള്ളതും അങ്ങ് പഠിച്ചങ്ങ് വെച്ചോ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? മസത്സുഗു അസ്കാവ. ഏഷ്യൻ ബാങ്ക് അസ്കാവ. ജപ്പാൻകാരനാണ്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം ജപ്പാൻകാരാണ് ഇങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ ഇടുന്നത്. അപ്പം ജപ്പാൻകാരായിരിക്കും. നോട്ട് ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിരമായിട്ട് PSC 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മാനില, ഫിലിപ്പൈൻസിലെ മാനിലയിലാണ് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മാനില, ഫിലിപ്പൈൻസ് ആണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഏഷ്യൻ വികസന ബാങ്ക് അഥവാ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പൈൻസ്. പ്രസിഡന്റ് ആരാണ്? മസത്സുഗു അസ്കാവ. ജപ്പാൻകാരനാണ്. പിന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് നിലവിലത്തെ? ഗിൽബർട്ട് ഹങ്ബോ കേട്ടോ. ഗിൽബർട്ട് ഹങ്ബോ ആണ് നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ ഡയറക്ടർ ജനറലായിട്ട് നിലവിലത്തെ ഗിൽബർട്ട് ഹങ്ബോ. രാജ്യം ഏതാണ്? ടോഗോ ആണ് രാജ്യം കേട്ടോ. ടോഗോ. പിന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഒരു ക്ലാസ് നാറ്റോയ്ക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. നാറ്റോയുടെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോളൻബർഗ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാറ്റോയുടെ ബേസൽസ് ബെൽജിയത്തിലെ ബേസൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഓർഗനൈസേഷൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? എൻഗോസി ഒക്കോഞ്ചോ ഐവേല, നൈജീരിയക്കാരിയായ. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHOയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ടെഡ്രോസ് അദനം, എത്യോപ്യ ആണ് രാജ്യം. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡ്. ചീഫ് സയൻറ്റിസ്റ്റ് ആരാണ് WHOയുടെ നിലവിലത്തെ? സർ ജെറേമി ഫരാർ. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ് നിലവിലെ? അന്റോണിയോ ഗുട്ടറൻസ്, പോർച്ചുഗൽ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യുണൈറ്റഡ് നേഷൻസിൻ്റെ ന്യൂയോർക്ക്, US. പിന്നെ വേൾഡ് ബാങ്കിൻ്റെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്ക. ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ അടുത്തത് നമ്മുടെ IMF ആണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMFൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ കേട്ടോ. ബുൾഗേരിയക്കാരിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC, US ആണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ IMFൻ്റെ ആരായിരുന്നു? ഗീത
ഗോപിനാഥ് കേട്ടോ. പിന്നെ യൂണിസെഫിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? കാതറിൻ എം റസലാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ അംബാസിഡറെ തിരഞ്ഞെടുക്കപ്പെട്ട നടി ഏതാണ്? ബോളിവുഡ് നടി ഏതാണ്? കരീന കപൂറാണ്. പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? മസത്സുഗു അസ്കാവ, ജപ്പാനാണ് സ്വദേശം. അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മാനില, ഫിലിപ്പൈൻസ്. പിന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? നിലവിലെ ഗിൽബർട്ട് ഹോങ്ബോ, ടോഗോക്കാരനാണ്. പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡ്. നാറ്റോ അറിയാലോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബെർഗ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയം കേട്ടോ. പിന്നെ ഇനി കുറച്ചുകൂടെ ഉള്ളത്, അതോടെ നമുക്ക് നോക്കിയിട്ട് പോവാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ വരുന്നത് ക്യൂ ഡോങ്കിയോ. ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഏത് രാജ്യക്കാരനാണ്? ചൈനക്കാരനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് റോം, ഇറ്റലി. ചിലപ്പം ചോദിക്കാം ഹെഡ്ക്വാർട്ടേഴ്സ് കേട്ടോ. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ക്യൂ ഡോങ്കിയോ, ചൈനക്കാരനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് റോം, ഇറ്റലിയിലെ റോമാണ് കേട്ടോ. പിന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ, സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആഗ്നസ് കലാമാഡാണ് കേട്ടോ. ആംനസ്റ്റി ഇന്റർനാഷണൽ ആഗ്നസ് കലാമാഡ്, ആഗ്നസ് കേട്ടോ, കണക്ട് ചെയ്തോ. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ആഗ്നസ് കലാമാഡ് കേട്ടോ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലണ്ടനിലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് ഉറപ്പിച്ചോ, ചിലപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ ആണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ ആണ്, ഡെൻമാർക്ക് രാജ്യക്കാരനാണ്. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? നെയ്റൂബി, കെനിയ. അപ്പോൾ കെനിയയിലെ നെയ്റൂബിയിലാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. നെയ്റൂബി, കെനിയാണ്. നിലവിലത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ ആണ്, ഡെൻമാർക്ക് രാജ്യക്കാരനാണ്. പിന്നെ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ എന്നാണ് ജൂൺ 5 അറിയാലോ. പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC എന്ന് പറയും, അറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC ചെയർമാൻ ആരാണ്? ഗെർഗ് ബാർക്ലേ ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഹാർഡ് പിച്ച്, ക്ലേ പിച്ച് എന്നൊക്കെ പറയത്തില്ല ക്രിക്കറ്റിൽ. അപ്പോൾ അങ്ങനെ അങ്ങ് വെച്ചോ നമ്മൾ. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ പിച്ച് ഏതാ? ക്ലേ പിച്ച് എന്നങ്ങ് ഓർത്ത് വെച്ചോ. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ക്രിക്കറ്റ് ICC ക്രിക്കറ്റ്. അപ്പോൾ ചെയർമാൻ ആരാണ്? ഗ്രെഗ് ബാർക്ലേ. ക്ലേ കണക്ട് ചെയ്ത് വെച്ചോണേ. ചെയർമാൻ ആരാണ്? ഗ്രെഗ് ബാർക്ലേ. പിന്നെ അതുപോലെ തന്നെ ഫിഫയുടെ ഫുൾ ഫോം എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫയുടെ നിലവിലെ ചെയർമാൻ്റെ പേരെന്താണ്? ജിയാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ നിലവിലെ ചെയർമാൻ്റെ. പിന്നെ നമ്മുടെ ആസിയാൻ അല്ലേ? ആസിയാൻ്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാൻ്റെ ഹെഡ് ആരാണ് നിലവിലത്തെ? കാവോ കിം ഹോൺ കേട്ടോ. കാവോ കിം ഹോൺ ആണ് നമ്മുടെ നിലവിലെ ആസിയാൻ്റെ നിലവിലത്തെ ഹെഡായിട്ട് വരുന്നത്. പിന്നെ ആസിയാൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് PSC. അപ്പോൾ ആസിയാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് നമ്മുടെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യ. പിന്നെ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? നിലവിലെ ഓർഡ്രെ അസോളയാണ് കേട്ടോ. ഓർഡ്രെ അസോളയാണ് നമ്മുടെ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത്. ഓർഡ്രെ അസോളയാണ് വരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? പാരീസ്, ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ്. പിന്നെ ഇന്റർപോളിൻ്റെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? നാസർ അൽ റൈസിയാണ്. ചിലപ്പോൾ ചോദിക്കാവേ, ഇന്റർപോളിൻ്റെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? നാസർ അൽ റൈസിയാണ്. പിന്നെ ഒപ്പേക്ക് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപ്പേക്ക് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് വരുന്നത്. അതിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നിലവിലത്തെ ഹൈത്താം അൽ ഗെയ്സ് ആണ് കേട്ടോ. കുവൈറ്റ് രാജ്യക്കാരനാണ്. ഹൈത്താം അൽ ഗെയ്സ് കുവൈറ്റ് ആണ്. നമ്മുടെ ഒപ്പേക്ക് അഥവാ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? വിയന്ന, ഓസ്ട്രേലിയ ആണ്. വിയന്ന, ഓസ്ട്രേലിയ ചോദിച്ചിട്ടുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇത്രയും പറഞ്ഞു പോവാം. ഇപ്പം പഠിച്ച് ഇത്രയും അങ്ങ് പറഞ്ഞു, ഒന്നുകൂടെ പറയാം, അപ്പോൾ ക്ലിയർ ആവും. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAOയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? നിലവിലത്തെ ക്യൂ ഡോങ്കിയോ, ചൈനക്കാരനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് റോം, ഇറ്റലി. അടുത്തത് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നിലവിലത്തെ ആഗ്നസ് കലാമാഡ്. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ലണ്ടനിലാണ് വരുന്നത്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ നിലവിലത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ ആണ്, ഡെൻമാർക്ക് രാജ്യക്കാരനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് നെയ്റോബി, കെനിയാണ് കേട്ടോ. പിന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ ICCയുടെ ചെയർമാൻ ഗ്രെഗ് ബാർക്ലേ. നമ്മൾ പറഞ്ഞാൽ ക്ലേ പിച്ച് ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ
അടുത്തത് ഫിഫ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. പിന്നെ ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് നിലവിലത്തെ ഹെഡ് ആരാണ്? കാവോ കിം ഹോൺ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്ത, ഇന്തോനേഷ്യ. പിന്നെ യുനെസ്കോയുടെ നിലവിലത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഓർഡ്രെ അസോലെയാണ്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസ്, ഫ്രാൻസ്. ഇന്റർപോളിൻ്റെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? നാസർ അൽ റൈസിയാണ് വരുന്നത്. പിന്നെ ഒപ്പേക് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഹൈത്താം അൽ ഖെയ്സ് ആണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യം കുവൈറ്റ് ആണ് വരുന്നത്. ഒപ്പേക്കിൻ്റെ അതായത് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വിയറ്റ്നാം ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്. അന്താരാഷ്ട്ര സംഘടനകളും മേധാവികളും ഹെഡ് ക്വാർട്ടേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാർക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത 3 ഘട്ടങ്ങളിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ ഒരു 95% ചാൻസ് ഉണ്ട് ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് ചോദിക്കാൻ. അപ്പം ഒരു മാർക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കറണ്ട് അഫെയർ ഇതിനു മുമ്പേ നമ്മൾ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്കൊന്ന് ഇനി അടുത്ത ഘട്ടം എഴുതാൻ പോകുന്നവരൊന്ന് കാണണേ. കറണ്ട് അഫെയർ ക്ലാസ്സസും അതുപോലെ സുപ്രധാന നിയമങ്ങളുടെയൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് കൂടെ ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നോ പ്രോബ്ലം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോരായ്മകൾ ഇത് മാറ്റി കുറച്ചുകൂടെ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്ഡേറ്റ്സുകളെല്ലാം പെട്ടെന്ന് തന്നെ ടെലഗ്രാം ചാനലിലാണ് വരുന്നത്. ടെലഗ്രാം ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരും. അതോടെ ഒന്ന് പരിഗണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.